ന്യൂസ് ഡെസ്കിൽ നിന്ന് രാജേന്ദ്രൻ കൂടെ ചേരുന്നുണ്ട്. രാജേന്ദ്രൻ, വ്യവസായ വകുപ്പിനെ കുറിച്ച്, കേരളത്തിലെ വ്യവസായ വകുപ്പിനെ കുറിച്ച് സത്യം പറഞ്ഞതാണ്, യാഥാർത്ഥ്യം പറഞ്ഞതാണ് തരൂർ ഇപ്പോൾ കോൺഗ്രസിന് മുമ്പിൽ ചെയ്തിരിക്കുന്ന തെറ്റ്. അത് തിരുത്തി കള്ളം പറയാൻ സമ്മർദ്ദം ചെലുത്താൻ കഴിയുമോ ഹൈക്കമാൻഡിന്? അനുനയതന്ത്രമായിരിക്കുമല്ലോ രാഹുൽ സ്വാഭാവികമായും ഇക്കാര്യത്തിൽ പയറ്റുക. കാരണം കേരളത്തിലെ വികസനത്തിന് അനുകൂലമായി സംസാരിച്ച, അതിന് നല്ലതാണ് എന്ന് പറഞ്ഞൊരു നേതാവിനെ വിമർശിക്കുക എന്നത് മറ്റുള്ള ആളുകൾക്ക് മുമ്പിൽ പരിഹാസ്യരാകും എന്ന വിലയിരുത്തൽ തീർച്ചയായും ഹൈക്കമാൻഡിന് ഉണ്ടാകുമല്ലോ. ഇതിനകത്ത് നമ്മൾ കാണേണ്ട അത്ഭുതപ്പെടുന്നൊരു കാര്യം എന്തെന്നാൽ ഇത്തരം ഒരു ചർച്ച ഇന്ത്യയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലാദ്യമാണ്. അവരുടെ പ്രവർത്തക സമിതി അംഗം വികസനവുമായി ബന്ധപ്പെട്ട്, ഒരു മേഖലയിലെ വികസനവുമായി ബന്ധപ്പെട്ട് സത്യസന്ധമായൊരു അഭിപ്രായം തുറന്നു പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ദില്ലിയിലെത്തി രാഹുൽ ഗാന്ധിയുമായും സോണിയാഗാന്ധി എന്ന് പറഞ്ഞാൽ അവരാണ്, രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുന ഖാർഗെയാണ് അധ്യക്ഷനെങ്കിൽ പോലും ഇതിൻ്റെ എല്ലാം തന്നെ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ കൈപ്പിടിയിലാണ്. രാഹുൽ ഗാന്ധിയുമായെല്ലാം ചർച്ച നടത്തേണ്ട ഒരു സാഹചര്യം പറഞ്ഞാൽ ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിനെ തന്നെ വളരെ അത്ഭുതപ്പെടുന്നൊരു സാഹചര്യമാണ് എന്ന് തന്നെ പറയാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും ആദ്യമല്ല ഇത്തരമൊരു വെളിപ്പെടുത്തലുണ്ടാകുന്നത്. ഒരു 2013 ഇപ്പോൾ ശശി തരൂറിനേക്കാൾ എത്രയോ വലിയ നേതാവാണ് എ കെ ആൻ്റണി. അദ്ദേഹം അന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരുന്ന ഘട്ടം 2013. അന്ന് ഉമ്മൻചാണ്ടിയാണ് കേരളത്തിൽ മുഖ്യമന്ത്രി, അദ്ദേഹം കേന്ദ്രത്തിൽ പ്രതിരോധ മന്ത്രിയാണ്, UPA ആണ് ഭരിക്കുന്നത്. അന്ന് അദ്ദേഹം ബ്രഹ്മോസിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് അന്ന് കേരളം ഭരിക്കുന്ന ഉമ്മൻചാണ്ടി സർക്കാരിനെ, UDF സർക്കാരിനെ നിശിതമായി വിമർശിച്ചിരുന്നു. നിങ്ങളുടെ വ്യവസായ നയം ശരിയല്ല, വ്യവസായ രീതി ശരിയല്ല, ഇവിടെ ഒരു കാര്യവും നടക്കുന്നില്ല. പക്ഷേ നേരത്തെ ഭരിച്ചിരുന്ന VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ സമയത്ത് കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ നടന്നിരുന്നു. അതായത് അവിടെ കമ്പാരിസനാണ്. ഇവിടെ ഇപ്പോൾ തരൂരിൻ്റെ കാര്യത്തിൽ അദ്ദേഹം താരതമ്യം ചെയ്യുന്നില്ല, UDF സർക്കാരുമായിട്ടൊന്നും അദ്ദേഹം താരതമ്യം ചെയ്യുന്നില്ല. എ കെ ആൻ്റണി ആവട്ടെ LDF സർക്കാരിനെയും UDF സർക്കാരിനെയും താരതമ്യം ചെയ്ത് UDF സർക്കാരിൽ ഒന്നും നടക്കുന്നില്ല, അതേസമയത്ത് LDF സർക്കാരിലെല്ലാം വളരെ നല്ല രീതിയിലാണ് വ്യവസായ രംഗത്ത് കാര്യങ്ങൾ പ്രവർത്തിച്ചിരുന്നത്. ആ രീതിയിൽ അദ്ദേഹം അന്ന് തുറന്നടിച്ച് പറഞ്ഞിരുന്നു. അന്നൊന്നും ഇവിടെ ഒരു പ്രതിഷേധവും കോൺഗ്രസ് നേതാക്കൾ ഉയർത്തിയിരുന്നില്ല. അന്ന് ഇതേപോലെ തന്നെ ഈ കോൺഗ്രസിൻ്റെ സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധി അവരൊന്നും തന്നെ ഈ എ കെ ആൻ്റണിയെ വിളിച്ചു വരുത്തിയിരുന്നില്ല. രാജേന്ദ്രൻ തുടരാം. അന്നൊന്നും തന്നെ ഇതേപോലെ ആരും ഇത്ര പരസ്യമായി പ്രതിഷേധിച്ചിരുന്നില്ല, ഹൈക്കമാൻഡിന് കത്തയച്ചിരുന്നില്ല. ഈ ദില്ലിയിൽ പോയി ഈ എ കെ ആൻ്റണിക്ക് രാഹുൽ ഗാന്ധിയെയോ സോണിയാഗാന്ധിയോ ആരെയും തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ട ഒരു സാഹചര്യമേ ഉണ്ടായിരുന്നില്ല. അന്ന് ആൻ്റണി പറഞ്ഞതിനേക്കാൾ എല്ലാം താരതമ്യം ചെയ്യുമ്പോൾ എത്രയോ കുറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ അത് യാഥാർത്ഥ്യമാണ്. ഇതിൻ്റെ ഒരു വസ്തുത ഇതേവരെ നിഷേധിക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് ഒന്നും സാധിച്ചിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം VD സതീശൻ ഒരു വാർത്താസമ്മേളനം നടത്തി. ആ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പൊളിഞ്ഞു പോവുകയാണ് ചെയ്തത്. അതിനുശേഷം VD സതീശൻ ഉന്നയിച്ച ഓരോ കാര്യങ്ങളും സ്ക്രീനിലിട്ട് കാണിച്ച് അതിനെല്ലാം തന്നെ വസ്തുതാപരമായി ഉചിതമായ മറുപടികൾ നമ്മുടെ വ്യവസായ മന്ത്രി നൽകിയിരുന്നു, P രാജീവ് നൽകിയിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിഷയത്തിന് മേൽ തൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞു. മാത്രമല്ല ആ ലേഖനത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു സബ്സ്റ്റൻസ്, അതിൻ്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ വികസനമാണ്. ഇതിൻ്റെ രാഷ്ട്രീയം ഉണ്ടാവും, LDF UDF ആ രാഷ്ട്രീയമൊക്കെ ഉണ്ടാവും. അതിനെല്ലാം ഉപരിയായി കേരളം എന്ന ഈ സംസ്ഥാനം ആഗോളതലത്തിൽ വളരുകയാണ്. ആ വളർച്ചയെ ത്വരിതപ്പെടുത്തണം. അദ്ദേഹത്തിൻ്റെ ശശി തരൂരിൻ്റെ ലക്ഷ്യം എന്തെന്ന് ആ ലേഖനത്തിൻ്റെ അവസാന പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം കേരളത്തിൻ്റെ വികസനം ത്വരിതപ്പെടുത്തണം. മാത്രമല്ല അതിൻ്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവസാന പാരഗ്രാഫിൽ. ഒന്ന്, ഇത്രയും അതിശയകരമായ വളർച്ചയുണ്ടായത്, ഇത്ര വലിയൊരു വളർച്ചയുണ്ടായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന ഒരു സർക്കാരിൻ്റെ ഭരണകാലത്താണ് എന്നത് അതിശയിപ്പിക്കുന്നു. തുടർന്ന് അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ വരി എന്നാൽ കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാവുകയാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷം ഇതേ സമീപനം കൈക്കൊള്ളണം. അപ്പോൾ അതിൻ്റെ ആ ഒരു വരിക്കകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിനകത്ത് ഒരു രാഷ്ട്രീയം എന്നതിലുപരിയായിട്ട് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് കേരളത്തിൻ്റെ വികസനം എന്നൊരു കാര്യമാണ്. അത്തരം ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് രാജേന്ദ്രൻ ഇന്ന് KC വേണുഗോപാലിന്റെ രാവിലത്തെ പ്രതികരണം നോക്കിയാൽ അതൊക്കെ ആ കണക്കുകളൊക്കെ തരൂർ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. തരൂർ അങ്ങനെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ശരിയല്ല, അത് തിരുത്താനുള്ള ചർച്ചകൾ ഉണ്ടാകണമെന്ന തരത്തിലാണ് KC വേണുഗോപാലിന്റെ പ്രതികരണം ഉണ്ടാകുന്നത്. തരൂർ അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു നേതാവാണ് എന്ന വിലയിരുത്തലാണോ കോൺഗ്രസ് ഉള്ളത്? അല്ല, തെറ്റിദ്ധരിപ്പിക്കുന്ന കണക്കാണെങ്കിൽ യഥാർത്ഥ കണക്ക് പുറത്തുവിടട്ടെ. KC വേണുഗോപാൽ പറഞ്ഞത്
ഇതിന് കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള ഈ കണക്കുകൾ കേരളം അതിവേഗം വ്യവസായ രംഗത്ത് കുതിച്ചു വരികയാണെന്ന് പറഞ്ഞ് അതിനാസ്പദമായ കണക്കുകൾ തെറ്റാണെന്നൊരു വാദം KC വേണുഗോപാൽ ഉണ്ടെങ്കിൽ അദ്ദേഹം പുതിയ കണക്കുകൾ പുറത്തുവിടട്ടെ. കാരണം നമുക്ക് മുന്നിലുള്ള കണക്കുകൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നീതി ആയോഗിൻ്റെ കണക്കുകൾ അന്താരാഷ്ട്ര തലത്തിൽ ഈ അംഗീകരിക്കുന്ന, ഏറെ ആദരിക്കുന്ന, ഏറെ ബഹുമാനിക്കുന്ന സ്ഥാപനങ്ങൾ, ലോകവ്യാപകമായി എല്ലാവരും തന്നെ ആശ്രയിക്കുന്ന ഡാറ്റകളൊക്കെയാണ്. അതിനൊക്കെ ഉദ്ധരിച്ചാണ് ഈ ശശി തരൂർ ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണെങ്കിൽ അതിനനുസൃതമായ ഡാറ്റകൾ, കണക്കുകൾ KC വേണുഗോപാലും കോൺഗ്രസ് ചേർത്ത് പുറത്തുവിടട്ടെ. അവരുടെ കയ്യിൽ അതൊന്നുമില്ല. ഇതിപ്പോൾ ഈ തരൂരിൻ്റെ ലേഖനം പുറത്തു വന്ന് അറിയാമല്ലോ, ഇപ്പോൾ 2-3 ദിവസമായി ഇതേവരെ ഇത് തെറ്റാണെന്ന് സ്ഥാപിക്കാനുള്ള ഒരു കണക്കുകളോ ഒരു റിപ്പോർട്ടുകളോ ഒന്നും തന്നെ ഒരു കോൺഗ്രസ് നേതാവും പുറത്തുവിട്ടിട്ടില്ല. ഒന്ന്. രണ്ടാമതായി നമ്മൾ നോക്കേണ്ട വേറൊരു കാര്യം എന്തെന്നാൽ, ഇത് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ ആൾക്കാർ മാത്രം പറയുന്നതല്ല. കേരളത്തിലെ പ്രമുഖരായ വ്യവസായികൾ, കേരളത്തിന് പുറത്തുള്ള വ്യവസായികൾ, അവരൊക്കെ എന്താണ് പറയുന്നത്? അവരെല്ലാം എന്താണ് പറയുന്നത്? ഈ വ്യവസായ രംഗത്ത്, സ്റ്റാർട്ടപ്പ് രംഗത്ത് മാത്രമല്ല, വലിയ വൻകിട വ്യവസായങ്ങൾ വരെ നമ്മുടെ കേരളത്തിലേക്ക് വരുന്നു. ഈ ഇത്തരത്തിലുള്ള ഈ നിക്ഷേപവുമായി ബന്ധപ്പെട്ട, വ്യവസായ വികസനവുമായി ബന്ധപ്പെട്ട ഇവിടെ നടക്കുന്ന പരിപാടികൾ, ചർച്ചകൾ, അതിലെല്ലാം തന്നെ എല്ലാ വ്യവസായികളും തന്നെ, ലോകത്തെ തന്നെ അറിയപ്പെടുന്ന വ്യവസായികൾ പങ്കെടുക്കുന്നുണ്ട്. അവരൊക്കെ ഒരു കാലത്ത് ഇവരെല്ലാം പറഞ്ഞിരുന്നത് കേരളം വ്യവസായത്തിന് അനുയോജ്യമായ പ്രദേശമല്ല എന്നായിരുന്നു ഒരു കാലത്ത് ഇവരെല്ലാം പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവരെല്ലാം പറയുന്നത് കേരളമാണ് ഇന്ത്യയിൽ ഈ വ്യവസായത്തിന് ഏറ്റവും അനുയോജ്യമായ പ്രദേശമെന്നതാണ്. അതും ഈ ശശി തരൂറിൻ്റെ ലേഖനത്തിന് മുമ്പേ അവരിതാണ് പറയുന്നത്. ശശി തരൂറിൻ്റെ ലേഖനത്തിനുമെല്ലാം വളരെ മുമ്പ് തന്നെ വ്യവസായ ലോകം ഒന്നടങ്കം ഈ കാര്യം പറയുന്നു. അതിൻ്റെ തുടർച്ചയായാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡാറ്റകൾ തെറ്റാണ്, തരൂരിൻ്റെ പക്കലുള്ള കണക്കുകൾ തെറ്റാണ് എന്ന് പറയുകയാണെങ്കിൽ ഇവർ അതിനനുസൃതമായി ഇവരുടെ വാദം ശരിയാണെന്ന് തെളിയിക്കാൻ ആവശ്യമായ കണക്കുകൾ പുറത്തുവിടണം. അതിന് തയ്യാറാവുന്നില്ല. KC വേണുഗോപാലോ കോൺഗ്രസ് നേതാക്കളോ അതിന് തയ്യാറാവുന്നില്ല. ഇന്നലെ VD സതീശൻ പത്രസമ്മേളനം നടത്തി, അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ വൈകിട്ട് ഈ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട്, കണക്കുകളും വസ്തുതകളും തെളിവുകളും ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ വ്യവസായ മന്ത്രി ഒരു പത്രസമ്മേളനം നടത്തി സതീശൻ്റെ എല്ലാ വാദങ്ങളും തന്നെ പൊളിച്ചടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ KC വേണുഗോപാലിൻ്റെ ഈ വാദം നിലനിൽക്കുന്നതല്ല.